ഫ്രണ്ട്സ്, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത് ആളുകൾ നിങ്ങളെ ലൈഫ് ലോങ് മൊത്തം റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. റിയാലിറ്റി എന്താണെന്നാൽ നിങ്ങളിൽ ഒരു ഡേഞ്ചറസ് ഓറ ഇല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ ഇഗ്നോർ ചെയ്യും, അവിശ്വസിക്കും, ഡിസ്റെസ്പെക്റ്റ് ചെയ്യും. ഈവൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ യൂസ് ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, വളരെ വൈകി മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. റിലേഷൻഷിപ്പ് കട്ടാകുമ്പോൾ, ഓപ്പർച്യൂണിറ്റീസ് കൈവിട്ടു പോകുമ്പോൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കൂ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്നെ എന്താ ആരും സീരിയസ് ആയിട്ട് കാണാത്തത് എന്ന്. ബട്ട് മറ്റൊരു റിയാലിറ്റി എന്താണെന്നാൽ ഈ ലോകം ഉച്ചത്തിൽ സംസാരിക്കുന്നവരെയല്ല ശ്രദ്ധിക്കുക, നേരെ മറിച്ച് ആരാണോ സൈലൻ്റ് ആയിരുന്നാലും വളരെ പവർഫുള്ളായിട്ട് കാണപ്പെടുന്നത് അവരെയാണ്. അവരൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഓറ തന്നെ ധാരാളമാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഓറ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതേപ്പറ്റി ഒരുപാട് ആളുകൾക്ക് അറിയില്ല. ഈ ഒരു ഓറ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും, നിങ്ങളെ ഇഗ്നോർ ചെയ്യില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും റെസ്പെക്റ്റ് അവർ നിങ്ങൾക്ക് നൽകും. ബട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ റെസ്പെക്റ്റിനായി നിങ്ങൾ അലയേണ്ടതായിട്ട് വരില്ല, റെസ്പെക്റ്റ് നിങ്ങളെ തേടി വരും. സോ പോയിന്റ് നമ്പർ 1, പീപ്പിൾ ഫിയർ വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്തിനെയാണോ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അതേപ്പറ്റി ആളുകൾ കൂടുതൽ ഭയപ്പെടും. എന്തിലാണോ ഭയമിരിക്കുന്നത് അതിനെ അവർ റെസ്പെക്റ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് നിങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഹൈ വാല്യൂ നൽകും. ഇത് സൈക്കോളജി 101. കൺഫ്യൂഷൻ ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ്സ് പവർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബി മിസ്റ്റീരിയസ്. ഒരു തുറന്ന പുസ്തകമാവാതിരിക്കുക, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയാസിൽ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത് നിർത്തുക. നിങ്ങളെപ്പറ്റി ആളുകൾ കുറച്ച് മാത്രം മനസ്സിലാക്കട്ടെ, ബാക്കി അവർ ചിന്തിക്കട്ടെ. ദ ലെസ് ദേ നോ ദ മോർ ദേ വണ്ടർ. അവർ എത്രത്തോളം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നോ അത്രത്തോളം നിങ്ങൾ പവർഫുൾ ആയിട്ട് കാണപ്പെടും. സ്റ്റെപ്പ് 2, പ്രസൻസ് ആൻഡ് കൺട്രോൾ. മിസ്റ്ററി മാത്രം പോരാ, നിങ്ങളിൽ പ്രസൻസും വേണം. ഇത് വരിക കൺട്രോളിലൂടെയാണ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ടോൺ, നിങ്ങളുടെ റിയാക്ഷൻ ഇതെല്ലാം നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. വീക്കായിട്ടുള്ളവരാണ് നെർവസ് ആവുകയുള്ളൂ, ഒരുപാട് സംസാരിക്കുകയുള്ളൂ, ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഭയപ്പെട്ട് അവരുടെ സെൽഫ് കൺട്രോൾ എന്നുള്ളത് നഷ്ടമാകും. എന്നാൽ ഡേഞ്ചറസ് ആയിട്ടുള്ളവർ സ്ലോ ആയി മൂവ് ചെയ്യും, സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ ഓരോ വാക്കുകളും ഷാർപ്പായ ബുള്ളറ്റിനെ പോലെ ആയിരിക്കും. ഫ്രണ്ട്സിന് നിങ്ങൾക്കും അതെ, നിങ്ങളെ ആരും വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങൾ തീരെ കോൺഫിഡൻ്റ് അല്ല, ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, സ്ലോ എവറിത്തിങ് ഡൗൺ. കോൺവെർസേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു എൻ്റയർ അറ്റ്മോസ്ഫിയറിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 3, ബി അൺപ്രഡിക്റ്റബിൾ. ലൈഫിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരിക്കുക, എപ്പോഴും കാം ആൻഡ് നല്ലവരായിട്ടിരിക്കുക. ബട്ട് വേണ്ടി വന്നാൽ ഇതിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനും സാധിക്കണം. ഇയാൾ ഇങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാമെന്നുള്ള ഈ ഒരു ക്യൂരിയോസിറ്റി മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഹെസിറ്റേഷനാണ് നിങ്ങളുടെ പവർ. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന ആളുകളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവർ വയലൻ്റ് ആയതുകൊണ്ടായിരിക്കില്ല, അവരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരെ അഡ്മയർ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ പുറമെ കാണിക്കുന്നതിലും നിങ്ങളുടെ റിയാലിറ്റിക്കും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പാണ് നിങ്ങളുടെ ഷീൽഡ്. നമ്പർ 4, ഇമോഷണൽ ഡിസിപ്ലിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ മുമ്പിലും ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക, ഡെസ്പറേറ്റ് ആവാതിരിക്കുക. ഡെസ്പറേഷൻ ആയാൽ തന്നെ ഇത് വീക്ക്നെസ്സിൻ്റെ അടയാളമാണ്. മറ്റുള്ളവർ കൺട്രോൾ വിടുമ്പോഴും നിങ്ങൾ കാമായിട്ടിരിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, തല ഉയർത്തി നിൽക്കുക. അപ്പോഴേ അവർക്ക് മനസ്സിലാകൂ അവർ നിങ്ങളെയല്ല, നിങ്ങൾ അവരെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്.
ഒരു ചെറിയ കഥ ഞാൻ പറയാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ അത്രയ്ക്ക് ഹൈറ്റ് ഒന്നുമില്ല, അവൻ്റെ കയ്യിൽ വലിയ കാശൊന്നുമില്ല, അവൻ വലിയ പോപ്പുലർ ഒന്നുമല്ല. എന്നാൽ അവനിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓറ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും എടുത്തു ചാടില്ല, ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കില്ല, ആരെയും കണ്ട് ഇംപ്രസ് ആകില്ല. ബട്ട് അവൻ ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവനെ നോക്കും. അവൻ സംസാരിച്ചാൽ അത് എല്ലാവരും ശ്രദ്ധിക്കും. ഇതാണ് ഓറ. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, ഫീൽ ചെയ്യാൻ മാത്രമേ സാധിക്കൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ഓറ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓവറായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിർത്തുക. അനാവശ്യമായിട്ട് സോറി പറയുന്നത് നിർത്തുക. ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാതെ സൈലൻ്റ് ആയിരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ എനർജിയെ ഗോൾഡിനെ പോലെ കണക്കാക്കി ചിലവാക്കുക. ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളിൽ ഈ ഒരു ഓറ ഉണ്ടായിരിക്കില്ല. എല്ലാവരും നിങ്ങളെ ഹാംലെസ്, ഡമ്മി, ഇവനെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാമെന്നുള്ള ഈ ഒരു കാറ്റഗറിയിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഈ ഒരു ലേബൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തകർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ഒരു മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് 50% കട്ട് ചെയ്യുക. നെർവസായി സംസാരിക്കാതെ പതിയെ കാമായി സംസാരിക്കുക. നിവർന്നു നിൽക്കുക. ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഇമോഷണൽ ആവാതിരിക്കുക. നിങ്ങളിലെ സൈലൻസ് അവരെ കൺഫ്യൂസ്ഡ് ആക്കട്ടെ. ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇതെല്ലാം ചേർന്ന് ഒരു ഡേഞ്ചറസ് പ്രസൻസ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഫൈനൽ ട്രൂത്ത് എന്താണെന്നാൽ ബീയിങ് ഡേഞ്ചറസ് ഡസൻറ്റ് മീൻ ബീയിങ് വയലന്റ്. നിങ്ങളെപ്പറ്റി ആരും മുഴുവനായിട്ടും മനസ്സിലാക്കാനും പാടില്ല. നിങ്ങളുടെ ലിമിറ്റ്സ് എന്താണെന്ന് ആരും അറിയാനും പാടില്ല. ഇതാണ് ശരിക്കും ഡേഞ്ചറസ്. ഈ ഒരു അൺസർട്ടനിറ്റിയാണ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെടും. നിങ്ങളോട് ഒരു വാക്ക് പറയുന്നതിന് മുന്നേ 100 പ്രാവശ്യമെങ്കിലും അവർ നന്നായി ചിന്തിക്കും. ഈ കാര്യങ്ങൾ അധികം ആർക്കും അറിയില്ല. സോ ഇത് അറിയാത്തവർ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അവരുടെ പവറിനെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കും. സോ നിങ്ങളും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓറയെ വളരെ സ്ട്രോങ് ആക്കി മാറ്റുക. ലൈഫ് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ വളരെ ലേറ്റ് ആകും. ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഈ ഒരു ലോകത്ത് മറ്റുള്ളവരെ കൺഫ്യൂസ് ആക്കുന്ന സൈലൻസായി നിങ്ങൾ മാറുക. ബിക്കോസ് സൈലൻസ് ഈസ് പവർ, മിസ്റ്ററി ഈസ് റെസ്പെക്റ്റ്. ഒരു വാക്ക് പോലും സംസാരിക്കാതെ റൂൾ ചെയ്യുന്ന ഒരാളുടെ ഓറയാണ് വളരെ ഡേഞ്ചർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.